ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. റെഡി ടു റീഡ്. ഇഫ് വി ഗെറ്റ് എ മെസ്സേജ് ഓൺ യുവർ ഫോൺ, വാട്ട് ഡു? വി ട്രൈ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദം. അല്ലേ, നമ്മുടെ ഫോണിലൊരു മെസ്സേജ് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് അത് വായിക്കും, എന്നിട്ട് അത് എന്ത് ചെയ്യും? വായിക്കുന്നത് കൊണ്ട് ഒപ്പം തന്നെ ചിലപ്പോൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ ആരുടെ അടുത്തേലും ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. Reading is one of the primary skills to be learned in a language. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രൈമറി സ്കില്ലാണ്, ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു കഴിവാണ് എന്തെന്ന് പറയുന്നത്? റീഡിംഗ് എന്ന് പറയുന്നത്. Reading is the process by which one is able to comprehend the meaning of a written piece of work. റീഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വായിക്കാമെന്ന് പറയാൻ പറ്റും. പക്ഷേ റീഡിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സാമിന് വാട്ട് ഈസ് റീഡിംഗ് എന്ന് ചോദിച്ചാൽ എഴുതാനൊരു പോയിന്റ് വേണ്ടേ? അതിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് റീഡിംഗ്? റീഡിംഗ് ഇസ് ദി പ്രോസസ് ബൈ വിച്ച് വൺ ഈസ് ഏബിൾ ടു കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു എഴുതിയിരിക്കുന്ന പാരഗ്രാഫിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയണത്? റീഡിംഗ് എന്ന് പറയണത്. ആൽഫബറ്റ്സ് ആർ ദി ബേസ് ഓഫ് എനി ലാംഗ്വേജ്. അല്ലേ, ശരിയല്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ആദ്യം എന്താ പഠിപ്പിക്കുക? ആദ്യം ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ അല്ല പഠിപ്പിക്കുക. ആദ്യം എന്താ പഠിപ്പിക്കുക? ഓരോ ആൽഫബറ്റ്സ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഓരോ ആൽഫബറ്റ്സ്, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ബോൾ, വാൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിപ്പിക്കും. അങ്ങനെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫബറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ആൽഫബറ്റ്സ് ദാറ്റ് ഫോം വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് വേർഡ്സ് ദാറ്റ് ഫോം സെൻറ്റൻസസ്. അല്ലേ, ആൽഫബറ്റ് കൂടി ചേർന്ന് എന്തായി മാറും? വേർഡ്സ് ആയിട്ട് മാറും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വേർഡ്സൊക്കെ എഴുതി കൊടുക്കും, എന്നിട്ട് ഈ വേർഡ്സ് കൂടി ചേർന്ന് എന്തായിട്ട് മാറും? സെൻറ്റൻസ് ആയിട്ട് മാറും. ദെൻ ലെറ്റ് us try to listen our reasons for reading. റീഡിങ്ങിന് അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫോർമേഷൻ, പിന്നെന്താണ്? ഇൻസ്ട്രക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ, പ്ലഷർ, അതായത് എന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുക്കാനോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ, പിന്നെ അതേപോലെ തന്നെ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു എന്താണ്? റിട്ടൺ ഫോർമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ റിട്ടൺ ഫോർമാറ്റ് വരുന്ന സമയത്തും നമുക്ക് എന്താണ്? റീഡിങ് അവിടെ വരുന്ന ഒരു കാര്യമാണ്. ദെൻ പ്ലഷർ, നമ്മുടെ എന്തെങ്കിലും സന്തോഷങ്ങളോ സങ്കടങ്ങളോ എല്ലാതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിങ്ങിലൂടെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വി റീഡ് അലൗഡ് ആൻഡ് ഓൾസോ സൈലൻ്റ്ലി ഫോർ മീനിങ്. നമ്മൾ ഉറക്കെയും വായിക്കാറുണ്ട്, ചില സമയത്ത് നമ്മൾ പതുക്കിയും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാറുണ്ട്? വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. റീഡിങ് അലൗഡ് ഇസ് മോസ്റ്റ്ലി ഡൺ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രാക്ടീസ് ഫോർ പ്രൊനൗൺസിയേഷൻ ആസ് വെൽ ആസ് ലേണിംഗ് ടു ഇമോട്ട് വിത്ത് ദി റൈറ്റ് ടോൺ ആൻഡ് വോക്കൽ എക്സ്പ്രഷൻസ്. ശരിയല്ലേ? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ ഭയങ്കര ഒരു ക്ലാസ് ഫുൾ ഇങ്ങനെ ബോൾ, ബി ഫോർ ബോൾ, എ ഫോർ ആപ്പിൾ, ഇങ്ങനെ ഭയങ്കര ലൗഡായിട്ട് നമ്മളുടെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നമ്മളുടെ പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഉച്ചാരണം, നമ്മൾ ഉച്ചരിക്കുന്ന രീതി ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്, പ്രൊനൗൺസിയേഷൻ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വൊക്കാബുലറി നമ്മുടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വേർഡും അറിയുന്ന രീതി, അതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൊക്കാബുലറി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളുടെ മെയിൻലി ചൈൽഡ്ഹുഡിൽ അലൗഡായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. Then pronunciation is important element in speaking and reading. റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വായിക്കുകയാണ്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണ്. ഈ രണ്ട് സ്ഥലത്തും, സ്പീക്കിങ്ങിലായാലും റീഡിങ്ങിലായാലും എന്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്? പ്രൊനൗൺസിയേഷന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ phonetics and phonology are the studies that explain how words are pronounced, arranged and used in language. ഇത് ക്വസ്റ്റ്യൻ വരും. എന്താണ്? ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ലാംഗ്വേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രൊനൗൺസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും പറ്റുന്ന രീതിക്ക് എന്താണ് പറയുക എന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. എന്താണ്? ഫൊനറ്റിക്സ് ആൻഡ് ഫോണോളജി. ഫൊനറ്റിക്സ് ആൻഡ് ഫോണോളജി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ regular reading can be the best solution for us
ടു എൻഹാൻസ് അവർ വൊക്കാബുലറി ആൻഡ് എക്സ്പാൻഡ് അവർ നോളജ്. എന്താണ്, നമ്മൾ റെഗുലറായിട്ട്, നമുക്കിപ്പോൾ റീഡിങ്ങിൽ വീക്കായിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് റീഡ് ചെയ്ത് പോണ സമയത്ത് ഒരു പാരാഗ്രാഫ് അല്ലെങ്കിൽ 2 പാരാഗ്രാഫോ ആണെങ്കിൽ പോലും അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്ത് പോണ സമയത്ത് നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ നോളജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. വൺ ഓഫ് ദി ഈസിയസ്റ്റ് വേസ് ടു ഷാർപ്പൻ യുവർ മൈൻഡ് ഇസ് ത്രൂ കോൺസെൻട്രേറ്റഡ് റീഡിങ്. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ ഷാർപ്പല്ല. കാരണം എന്താണ്, നമ്മളിങ്ങനെ ചെറിയ ഷോർട്സും റീൽസൊക്കെ ആയിട്ട് അതിൽ ചിലപ്പോൾ അഡിക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടാകും. പക്ഷെ നമ്മളത് ഇൻസ്റ്റപ്പ് തുറന്നിട്ട് റീലിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരുന്ന് പോവും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റണില്ല. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഐഡിയാസും നമ്മുടെ തോട്ട്സൊക്കെ ഒന്ന് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി. ദെൻ റീഡിങ് ഓൾസോ ഇംപ്രൂവ്സ് മെമ്മറി ആൻഡ് ബിൽഡ്സ് ഫോക്കസ്. നമുക്ക് ഫോക്കസ് തരുന്നു, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, ഈ മെമ്മറി ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് പറ്റുന്നുണ്ട്, റീഡിങ് കൊണ്ട് പറ്റുന്നുണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ് ചോദിച്ചാലും അല്ലെങ്കിൽ റൈറ്റ് എ പാരാഗ്രാഫ് അബൌട്ട് റീഡിംഗ് എന്ന് ചോദിച്ചാലും നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. Then reading is important because it makes you more empathetic, knowledgeable and creative. Reading is important because ഇതെല്ലാം നമുക്ക് റീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സിൽ എഴുതാൻ പറ്റും. അതെന്തൊക്കെയാണെന്നാണ് പറയണത്, എംപത്തറ്റിക്, നോളജബിൾ ആൻഡ് ക്രിയേറ്റീവ്. അല്ലേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ അധികം വർക്ക്സ് നമുക്ക് പല എഴുത്തുകാരനെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ കഥകൾ സമ്മാനിച്ച കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, അവരുടെ വർക്ക്സൊക്കെ ക്രിയേറ്റീവാണ്. അവർ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ എഴുതിയിട്ടുള്ള കഥകളായിരിക്കാം. അങ്ങനെ കഥകളാവട്ടെ, പോയംസ് ആവട്ടെ, എന്താണെങ്കിലും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള വർക്ക്സാണ്. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിപ്പിക്കാനും സഹായിക്കും. Then enhancing vocabulary. Vocabulary is nothing but the words in a language. ഒരു ലാംഗ്വേജിലുള്ള വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, വൊക്കാബുലറി എന്ന് പറയുന്നത്. Then a strong vocabulary is essential for developing good reading skills as well as writing skills. നമുക്കൊരു സ്ട്രോങ് വൊക്കാബുലറി ഉണ്ടെങ്കിൽ, അതായത് ഒരു ലാംഗ്വേജിലെ വേർഡ്സിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയണത്, റീഡിങ് സ്കിൽസും അതേപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസും, എഴുതാനും വായിക്കാനുമുള്ള സ്കില്ല് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി ഉണ്ടെങ്കിൽ. ദെൻ റിപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് ഹെൽപ്പ് അസ് ടു ലേൺ ദെയർ മീനിങ്. അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ അതിലത്തെ ചില വാക്കിൻ്റെ മീനിങ് ഒന്നും അറിഞ്ഞോളണം എന്നില്ല. പക്ഷേ ആ സെൻറ്റൻസിൽ ആ ഒരു വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത്, ആ സെൻറ്റൻസ് മൊത്തത്തിൽ വായിക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു മീനിങ് ഇതായിരിക്കാം എന്നുള്ളൊരു അസംഷൻ, എന്നുള്ളൊരു ഊഹം നമുക്ക് കിട്ടുകയാണ്. ആ വേർഡിൻ്റെ മീനിങ് നമുക്ക്, ആ വേർഡിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ വേർഡിൻ്റെ മീനിങ് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ആ പാരഗ്രാഫ് മൊത്തത്തിൽ വായിക്കണ സമയത്ത് ഇതായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവാമെന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ അസ്യൂം ചെയ്യാറുണ്ട്. ദെൻ എ ഗുഡ് വൊക്കാബുലറി ഇസ് എസെൻഷ്യൽ ഫോർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഓരോ ലാംഗ്വേജിലെ വേർഡ്സിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താവും, കുറച്ചുകൂടി ബെറ്ററായി മാറും. റീഡിംഗ് സ്കിൽസ് ആർ എ കീ ടു ഇംപ്രൂവിങ് വൺസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു മേജർ പാർട്ടാണ് എന്തെന്ന് പറയണത്, റീഡിംഗ് സ്കിൽ എന്ന് പറയണത്. ദെൻ എ വൊക്കാബുലറി ക്യാൻ ബി ബിൽഡ് യൂസിങ് ഡിഫറെൻറ്റ് മീൻസ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് വൊക്കാബുലറി, നമ്മുടെ വേർഡ്സിൽ, ലാംഗ്വേജസിൽ, വേർഡ്സിലുള്ള നോളജ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ്, യൂസിങ് ഡിക്ഷണറി. ഇപ്പോൾ നമ്മൾ കൂടുതലും ബുക്ക് ഡിക്ഷണറീസ് ഉപയോഗിക്കുന്നില്ല. പക്ഷേ പണ്ട് നമ്മൾ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മെയിനായിട്ടും ഓരോന്നിൻ്റെ അർത്ഥം കിട്ടാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്താണ്, ഡിക്ഷണറീസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ആണ് എന്താണ്, യൂസിങ് ഡിക്ഷണറി. ദെൻ യൂസിങ് തെസോറസ്. തെസോറസ് എന്ന് പറയണത് ഈ ഡിക്ഷണറി അല്ലാതെ പര്യായ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുമായിരുന്നു പണ്ടൊക്കെ. പര്യായ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്, തെസോറസ് എന്ന് പറയുന്നത്, പര്യായ ബുക്ക്. അതായത് ഓരോ വേർഡ്സിനും
ഏതൊക്കെ രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു വേർഡിനെ തന്നെ അതിന് പര്യായങ്ങളായിട്ടുള്ള കുറേ അധികം വാക്കുകൾ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് തെസോറസ് എന്ന് പറയുന്നത്, പര്യായ ബുക്ക്. എ തെസോറസ് ഗീവ്സ് യു ദി സിനോണിംസ് ഓഫ് എ പെർട്ടിക്കുലർ വേർഡ്. സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പര്യായങ്ങൾ. ഒരു വേർഡിനെ ഏതൊക്കെ രീതിയിൽ പറയാം എന്നുള്ള പര്യായങ്ങളാണ് സിനോണിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ സിനോണിംസ് അടങ്ങിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, തെസോറസ് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ടു ഓൺലൈൻ ഫീഡ്സ് ലൈക്ക് എ വേർഡ് എ ഡേ. എ വേർഡ് എ ഡേ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ലൈക്കാണ്, ഒരു വെബ്സൈറ്റ് പോലെയുള്ളൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, എ വേർഡ് എ ഡേ എന്ന് പറയുന്നത്. അതിലെന്താണ്, ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വെബ്സൈറ്റ് ലൈക്ക് സംഭവമാണ് എന്തെന്ന് പറയുന്നത്, എ വേർഡ് എ ഡേ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നമ്മൾ ഫോളോ ചെയ്ത് നോക്കുക. ദെൻ പിന്നെന്താണ്, പ്ലേ വേർഡ് ഗെയിംസ്. ഓരോ വേർഡ് ഗെയിംസൊക്കെ നമുക്ക് ഉണ്ടാവും, നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇപ്പോൾ വേർഡ് ഗെയിംസൊക്കെ ചെറിയ ചെറിയ പിള്ളേർക്ക് മുതൽ വലിയവർക്ക് വരെ കളിക്കാൻ പറ്റിയിട്ടുള്ള വേർഡ് ഗെയിംസ് അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യുക, പ്ലേ ചെയ്യുക. ദെൻ ലേൺ റൂട്ട്സ് ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ് ഓഫ് സഫിക്സസ് ആൻഡ് പ്രിഫിക്സസ്. അതായത് സഫിക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിന് ശേഷം വെക്കണത്, പ്രിഫിക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിൻ്റെ മുന്നേ കൊണ്ടുവരുന്ന വാക്ക്. ഓക്കെ, പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ മുന്നേ എന്നാണ് അർത്ഥം. പ്രിഫിക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിൻ്റെ മുന്നേ വരണത്. സഫിക്സസ് എന്താണ്, ഒരു വാക്കിന് ശേഷം വരണത്. അങ്ങനെ വരുന്ന വേർഡ്സിൻ്റെ മീനിങ്സും അതിൻ്റെ ലേൺ റൂട്ട്സ് ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ് ഓഫ് സഫിക്സസ് ആൻഡ് പ്രിഫിക്സസ്. അതിൻ്റെ വേർഡ്സും അതിൻ്റെ മീനിങ്സും എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു വാക്കിന്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു മൾട്ടി ലിംഗ്വലിസം. മൾട്ടി എന്ന് പറയുന്നത് അവിടെ എന്താണ്, പ്രിഫിക്സ് ആണ്. മൾട്ടി എന്ന് പറയുന്നതിന് ജനറലൈസ് ആയിട്ട് എന്താണ്, രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ മൾട്ടി എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു, പ്രിഫിക്സസ് ആയിരുന്നു. അങ്ങനെയുള്ള വേർഡ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, അണ്ടർസ്റ്റാൻഡിങ് മീനിങ് ബൈ കോണ്ടെക്സ്റ്റ്. അതായത് ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ് എന്താണ്, അത് ആ ഒരു പാരഗ്രാഫിൽ ടോട്ടലി എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കുക. കീപ് എ ബുക്ക് ടു നോട്ട് ഡൗൺ ന്യൂ വേർഡ്സ് യു കം അക്രോസ്. നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പെന്നും പേപ്പറും എടുത്ത് എഴുതണമെന്നില്ല, മൊബൈലിലാണെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ദെൻ സ്റ്റാർട്ട് യൂസിങ് ന്യൂലി ലേൺഡ് വേർഡ്സ്. അതായത് നമ്മൾ പുതിയതായിട്ട് പഠിച്ച വേർഡ്സൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ നോക്കുക. ദെൻ അപ്പോൾ ഇത് വരും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. വൊക്കാബുലറി ക്യാൻ ബി ബിൽഡ് യൂസിങ് ഡിഫറെൻറ്റ് മീൻസ് വാട്ട് ആർ ദേ എന്ന് ചോദിച്ചിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സ്പീഡ് റീഡിംഗ്. ഇഫ് വി റീഡ് തിങ്സ് റെഗുലർലി ഓർ മോർ ഫ്രീക്വൻ്റ്ലി വി ഗ്രാജ്വലി ഇംപ്രൂവ് അവർ റീഡിങ് സ്പീഡ്. അതായത് നമ്മളൊരു കാര്യം റെഗുലർലി എന്നും അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ദിവസം വായിക്കണ സ്പീഡായിരിക്കില്ല നമുക്ക് 10ാമത്തെ ദിവസം ഉണ്ടാവുക. അങ്ങനെ ആ സ്പീഡ് എന്ത് ചെയ്യും, കൂടി വരാൻ തുടങ്ങും. ദെൻ speed reading is the technique through which we enhance our ability to read quickly. പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തിലൂടെ, സ്പീഡ് റീഡിങ്ങിലൂടെ. Then speed reading helps us improve our reading speed as well as our ability to identify the main points and ideas. ഇത് മെയിനായിട്ടും പല കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമുക്ക് എല്ലാ ചാപ്റ്ററും എല്ലാ പാടും മുഴുവനായിട്ട് പഠിച്ചു പോയിട്ട് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെ എല്ലാതും വായിച്ച് പോകും, പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് പോകും. നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായി, നമ്മൾ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ സ്പീഡ് റീഡിങ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 2 മെത്തേഡ്സ് ഓഫ് സ്പീഡ് റീഡിങ് ആർ. ഏതൊക്കെ മെത്തേഡ്സ് ആണ് സ്പീഡ് റീഡിങ്ങിനുള്ളത്? ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ വിച്ച് ആർ ദി മെത്തേഡ്സ് ഓഫ് സ്പീഡ് റീഡിംഗ് എന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. ഏതൊക്കെയാണ്? സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്? Scanning and skimming. Scanning is for specific detail and skimming is for general understanding. Scanning എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കൊരു പോയിന്റ് വേണമായിരിക്കും, നമുക്ക് ഇന്നതിനെ പറ്റിയിട്ട് അറിയണമായിരിക്കും. പക്ഷേ അതൊരു പാരഗ്രാഫിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ പാരഗ്രാഫ് ഇങ്ങനെ വായിച്ച് പോവാണ്. ഇങ്ങനെ നമ്മൾ വായിച്ച് പോയിട്ട് നമ്മുടേതായിട്ടുള്ള നമുക്ക് വേണ്ട ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിങ്ങനെ ഇങ്ങനെ നമ്മൾ വായിച്ചു പോകണം ആ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത് സ്കാനിങ് എന്ന് പറയണത്.
ദെൻ സ്കിമ്മിങ് എന്ന് പറയുന്നത് ഇസ് ഫോർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. മൊത്തത്തിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പേജിൽ മൊത്തത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത്, സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ, നമുക്ക് വേണ്ടത് ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ്, പക്ഷേ അത് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വായിക്കാനുള്ള സമയമില്ല, എന്നാൽ നമുക്ക് അത് അറിയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റേതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വായിച്ച്, ചിലപ്പോൾ വായിക്കുക കൂടിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവും. അവിടെ നമ്മൾക്ക് പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകും. അതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. We use the technique of skimming in order to get an overview of the written content. ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജിൻ്റെ മൊത്തത്തിൽ ആ പേജിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുക, സ്കിമ്മിങ് ആണ് ഉപയോഗിക്കുക. ദെൻ on the other hand, we go for scanning in order to find a specific fact from the whole content. ഒരു മൊത്തത്തിലുള്ള ഒരു കണ്ടൻറ്റിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഭാഗം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് അങ്ങനെയാണോ, മൊത്തത്തിലുള്ള ആ ഒരു എസൻസ് കിട്ടാനാണ് സ്കിമ്മിങ്. ഒരു സ്പെസിഫിക് പോയിന്റിലുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്കാനിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ബോത്ത് ഓഫ് ദീസ് ടെക്നിക്സ് ഹെൽപ്പ് അസ് സേവ് ടൈം വൈൽ റീഡിങ്. ശരിയല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മൊത്തം ഇരുന്ന് വായിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ്, ഈ സ്കാനിങ് ആയാലും സ്കിമ്മിങ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഹെൽപ്പ് us റീഡ് സംതിങ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ, സ്കാനിങ് ആയാലും സ്കിമ്മിങ് ആയാലും നമ്മുടെ ടൈം സേവ് ചെയ്യണ മെത്തേഡ്സ് ആണ്. ദർ ആർ ചാൻസസ് ദാറ്റ് വി മൈറ്റ് മിസ് ഔട്ട് ഓൺ സർട്ടൈൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇപ്പോൾ സ്കാനിങ്ങിൻ്റെയും സ്കിമ്മിങ്ങിൻ്റെയും ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു. അതിലുള്ള ഒരു ദോഷവശം എന്താണ്, ചില സമയത്ത് നമ്മൾ മൊത്തത്തിൽ സ്പീഡിൽ വായിച്ചു പോണ സമയത്ത് എന്ത് ചെയ്യും, ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കാണാതെ പോകാനുള്ള ചാൻസും ഈ രണ്ട് മെത്തേഡിൽ കൂടുതലാണ്. While scanning the passage, the first thing that we come across is the topic sentence. What is topic sentence? The question വരും, എന്താണ് topic sentence? While scanning the passage, നമ്മൾ passage സ്കാൻ ചെയ്യണ സമയത്ത് the first thing that we come across is the topic sentence. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ലൈനും അതേപോലെ തന്നെ കൺക്ലൂഷൻ്റെ ആ ഒരു ഫസ്റ്റ് ലൈനും നമുക്ക് എന്തായിട്ട് പറയാം, ടോപ്പിക് സെൻറ്റൻസ് ആണെന്ന് പറയാം. Topic sentence is the sentence that introduces us to the passage and gives us an idea about what follows. അതായത് ആ പാസേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ പാസേജ്, ആ ഒരു ലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് അതിലുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് പോയിൻ്റാണ്, പാരഗ്രാഫിൽ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് ആണ് എന്തെന്ന് പറയണത്, ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയണത്. A topic sentence can also be found at the end of the paragraph. പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനവും നമുക്ക് എന്ത് കാണാൻ പറ്റും, ടോപ്പിക് സെൻറ്റൻസ് കാണാൻ പറ്റും. where the whole paragraph is concluded. മൊത്തം എല്ലാ പാരഗ്രാഫും കൺക്ലൂഡ് ചെയ്യണ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ടോപ്പിക് സെൻറ്റൻസ് കാണാൻ പറ്റും. ദിസ് ഓൾസോ ഹെൽപ്സ് us ഐഡൻറ്റിഫൈ ദി എസെൻസ് ഓഫ് ദി പാസേജ്. ആ പാസേജിൽ ഫുള്ളായിട്ട് എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നുള്ള ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എസെൻസ് തരാൻ എന്തിനു പറ്റും, ടോപ്പിക് സെൻറ്റൻസിന് പറ്റും. ടോപ്പിക് സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. Let us discuss some of the reading techniques that will help us read better. ഫസ്റ്റ് വേണം എന്താണ്, ഇതും നമുക്ക് എസ്സേൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 6 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വേണം എന്താണ്, ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ റീഡിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് ഈ 6 എണ്ണം. ഫസ്റ്റ് വേണം എന്താണ്, ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു നോ ദി ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽ. അതായത് നമ്മളൊരു ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കുന്ന രീതിയാണ് ക്രിട്ടിക്കൽ ലേണിംഗ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം മൈന്യൂട്ടായിട്ട് അത് ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണതാണ് എന്താണെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ റീഡിങ് എന്താണ്, ബെറ്റർ ആവാണ്. കാരണം നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റാണ്.
Then, this will give you an idea about the topic of the text, the purpose of it, the audience of it, etc. അതായത് ആ ഒരു ടെക്സ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ടെക്സ്റ്റിലെ ടോപ്പിക് എന്താണ്, അതേപോലെ തന്നെ അത് ആരിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, ഇതെല്ലാം നമുക്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ്ങിലൂടെ അറിയാൻ പറ്റുകയാണ്. Asking questions make it easier to understand the text better. ഒരു ടെക്സ്റ്റ് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സഹായിക്കും, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ, നമ്മളത് ക്ലാരിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ എന്താണ്, ഐഡൻറ്റിഫൈ റെഫറൻസ് വേർഡ്സ് ഓർ ഫ്രേസസ്. In a text, when talking about an idea, reference words are used in order to avoid repeating the same word over and over. അതായത് ഒരു സെയിം വേർഡ് നമ്മൾ അത് ആ ഒരു പോയിന്റിൽ ത്രൂ ഔട്ട് ആ ഒരു സെയിം വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് അതെന്താണ്, ഒരു ഇറിറ്റേഷനാണ്. ആ ഒരു ഇറിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാം, ദീസ് അല്ലെങ്കിൽ സച്ച് എന്നുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക, ദീസ് അല്ലെങ്കിൽ സച്ച് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അതിൻ്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഐഡൻറ്റിഫൈ മെയിൻ ആൻഡ് സപ്പോർട്ടിങ് ഐഡിയാസ്. ഒരു പാരഗ്രാഫിൽ മെയിൻ ആയിട്ടുള്ള പോയിൻറ്സും ഉണ്ടാവും, ആ മെയിൻ പോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്സും ഉണ്ടാവും. ഏതൊക്കെയാണത്? ബീങ് ഏബിൾ ടു സെപ്പറേറ്റ് മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിങ് ഐഡിയാസ് ഈസ് എ കീ റീഡിങ് സ്കിൽ. അതായത് ആ ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് അതിൽ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്താണ് അത് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ ആ മെയിൻ പോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കാനുമുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് നമ്മൾ കുറേ നാൾ റീഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്കില്ലാണ്. Every paragraph will have parts that are more important than others. എല്ലാ പാരഗ്രാഫിലും നമുക്ക് എന്താണ്, ഒരു ഭാഗത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റെങ്കിലും അവിടെ ഇല്ലാതിരിക്കില്ല. They are the main ideas. They are supported by other points and ideas. Then fourth one എന്താണ്, ഐഡൻറ്റിഫൈ ടെക്സ്റ്റ് സ്ട്രക്ചർ. ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ടെക്സ്റ്റ് ഏത് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലത് ഒരു പേജിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇടാതെ കൊടുത്തിട്ടുണ്ടാവും, ചിലത് പോയിൻറ്റ്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ചിലത് പാരഗ്രാഫാക്കി തിരിച്ച് കൊടുത്തിട്ടുണ്ടാവും, ടേബിളാക്കി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്ട്രക്ചർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. A text will be divided into many paragraphs. കുറേ പാരഗ്രാഫ്സ് ആയിട്ട് ഒരു ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം. ഫസ്റ്റ് പാരഗ്രാഫ് വിൽ ബി ദി ഇൻട്രൊഡക്ഷൻ ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് വിൽ ബി ദി കൺക്ലൂഷൻ. ഫസ്റ്റ് പാരഗ്രാഫ്, ഒരു ടെക്സ്റ്റ് കുറേ അധികം പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് പാരഗ്രാഫ് എന്തിനെ ഡിനോട്ട് ചെയ്യും, ഇൻട്രൊഡക്ഷനെ ഡിനോട്ട് ചെയ്യും. ലാസ്റ്റ് പാരഗ്രാഫ് എന്തിനെ ഡിനോട്ട് ചെയ്യും, കൺക്ലൂഷനെ ഡിനോട്ട് ചെയ്യും. എ ന്യൂ പാരഗ്രാഫ് may start a new idea or sometimes carry over an idea from the previous പാരഗ്രാഫ്. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്ന സമയത്ത് അത് വേറൊരു ടോപ്പിക് ആയിരിക്കാം, വേറൊരു ഐഡിയ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ ബാക്കിയായിട്ട്, അതായത് ആ ഒരു പാരഗ്രാഫിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഐഡിയ ആയിട്ട് രണ്ടാമത്തെ പാരഗ്രാഫ് വരാം. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് പാരഗ്രാഫിന് യാതൊരു ടച്ചും ഇല്ലാത്ത രീതിയിൽ പുതിയൊരു കാര്യം പഠിപ്പിക്കുന്നതായിട്ട് സെക്കൻഡ് പാരഗ്രാഫ് വരാം. ഇതിന് രണ്ടിനും എന്തുണ്ട്, ചാൻസ് ഉണ്ട്. Breaking the text into paragraphs helps the reader sort out the text and thus understand it better. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ പേജ് തുറന്നാലും വലിയൊരു പേജ് നമുക്ക് വായിക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മടിയാണ്. അതിന് പകരം ചെറിയ പാരഗ്രാഫ്സ് ആയിട്ടോ അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആയിട്ടോ കൊടുക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അബ്സോർബ് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനും എന്താണ്, ഈസിയാണ്. വൊക്കാബുലറി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ലിങ്കിങ് വേർഡ്സ് ആർ യൂസ്ഡ് ടു കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ഇൻ റൈറ്റിംഗ്. അതായത് ലിങ്കിങ് വേർഡ്സ് എന്താണെന്നാണ് പറയുന്നത്. ലിങ്കിങ് വേർഡ്സ് എന്താണ്, ഒരു സെൻറ്റൻസ് മറ്റൊരു സെൻറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഐഡിയ നമുക്ക് മുഴുവനായിട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് സെൻറ്റൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ലിങ്കിങ് വേർഡ്സ്. കുറച്ചധികം ലിങ്കിങ് വേർഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റീസൺ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യണ ലിങ്കിങ് വേർഡ്സ് ഏതൊക്കെയാണ്. റീസൺ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ രീതിയിൽ പറയുന്ന സമയത്ത് ബിക്കോസ്, അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ ഒരു റീസൺ വേർഡാണ് എന്തെന്ന് പറയണത്, ബിക്കോസ് എന്ന് പറയണത്. പിന്നെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സിൻസ്, ഓൺ അക്കൗണ്ട് ഓഫ്. അപ്പോൾ ബിക്കോസിന് പകരം നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സിൻസ്,
ഓൺ അക്കൗണ്ട് ഓഫ്. ദെൻ കോൺട്രാസ്റ്റ്, അതായത് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്ന് പറയാം. പക്ഷേക്ക് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക, ബട്ട് അല്ലെങ്കിൽ ഹൗഎവർ, വെറാസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൺക്ലൂഷൻ, ഒരു വേർഡ് കൺക്ലൂഡ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു പാരഗ്രാഫൊക്കെ കൺക്ലൂഡ് ചെയ്യണ സമയത്ത് നമുക്ക് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം? കോൺസിക്വൻ്റ്ലി, ആസ് എ റിസൾട്ട്, ടു സമ്മറൈസ്, ഇൻ ഷോർട്ട്, ദർഫോർ. അതായത് കൺക്ലൂഷൻ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകളില്ലേ, അതിന് എന്തൊക്കെ ഉപയോഗിക്കാം? കോൺസിക്വൻ്റ്ലി, ആസ് എ റിസൾട്ട്, ടു സമ്മറൈസ്, ഇൻ ഷോർട്ട്, ദർഫോർ. ദെൻ റീഫ്രേസിങ്. റീഫ്രേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, ഇൻ അതർ വേർഡ്സ്. അതിന് പകരമായിട്ട് റീഫ്രേസിങ്, ഒരു ഫ്രേസിനെ റീഫ്രേസ് ചെയ്യുക. റീഫ്രേസ് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ അതർ വേർഡ്സ്. ദെൻ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇലസ്ട്രേറ്റ്. എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നതിന് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ എന്നാണ്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നതിന് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഫോർ ഇൻസ്റ്റൻസ്, ടു ഇലസ്ട്രേറ്റ്. ദെൻ അഡീഷൻ, ഇൻ അഡീഷൻ, ഫർദർ മോർ. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയിട്ട് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ, പിന്നെ എന്ത് പറയാം? ഫർദർ മോർ. ഓക്കെ, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ആറാമത്തെ എന്താണ്? സൈൻ പോസ്റ്റ്സ്. സൈൻ പോസ്റ്റ്സ് ഹെൽപ്പ് യു ഫൈൻഡ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ എന്ത് സഹായിക്കും? സൈൻ പോസ്റ്റ്സ് സഹായിക്കും. They also tell you some things are not so important. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്, ഇനി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ പോസ്റ്റ്സ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ലൈക്ക് above all, the main point to note, the important point is, etc. tell you what is important. അതായത് ഒരു പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ബുക്ക് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യും? എബവ് ഓൾ, അതായത് പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്നുള്ള രീതിയിൽ ദി മെയിൻ പോയിന്റ് ടു നോട്ട്. അങ്ങനെ മെയിൻ പോയിന്റ് ടു നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കാം? ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ദെൻ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും എന്തായിരിക്കാം? ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. സം സൈൻ പോയിന്റ്സ് ലൈക്ക് ദർ ആർ 3 മേജർ ഫാക്ട്സ് ടു ബി നോട്ടഡ്. ടെൽ യു ഹൗ മെനി മെയിൻ പോയിൻറ്റ്സ് ആർ ദർ ഇൻ ദി ടെക്സ്റ്റ്. ആ ഒരു ടെക്സ്റ്റിൽ എത്ര മെയിൻ പോയിൻറ്റ്സ് ഉണ്ടെന്ന് അറിയാൻ എന്തിന് സഹായിക്കും? ഈ ഒരു വാക്ക് കൊണ്ട് സഹായിക്കും. ദർ ആർ 3 മേജർ ഫാക്ട്സ് ടു ബി ഡിനോട്ട്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ എത്രയാണോ നമ്പർ അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്രയാണ് ആ ഒരു നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാണല്ലോ. ദെൻ സം ഷോ എ ചേഞ്ച് ഓഫ് ടോപ്പിക് ലൈക്ക് ലെറ്റ് us now consider നെക്സ്റ്റ്, ലാസ്റ്റ്ലി, എറ്റ്സെട്ര. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് ചേഞ്ച് ആവുന്ന സമയത്തും നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ്? ഈ വേർഡ്സൊക്കെ കണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ ഡീകോഡിങ് ദി ഡിക്ഷണറി. ഡിക്ഷണറി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഹാൻസിങ് അവർ വൊക്കാബുലറി. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി, നമുക്കൊരു ലാംഗ്വേജിൽ ഒരു വേർഡ്സിനെ അറിയുന്ന ആ ഒരു കഴിവിന് എത്രത്തോളം ഡിക്ഷണറി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയണത്. The dictionary stands as the source from which we can find the meanings of the words. അർത്ഥങ്ങൾ, ഒരു വാക്കിൻ്റെ അർത്ഥങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവണത് ഏതായിരുന്നു? ഡിക്ഷണറീസ് ആയിരുന്നു. ഇപ്പോൾ അല്ല പറയണത്, ഇപ്പോൾ ഇൻ്റർനെറ്റിലും ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. ഗൂഗിൾ അല്ല, നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ടത്തെ കാലത്ത് എന്താണ്? ഡിക്ഷണറീസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ is it only the meaning of words that we find in a dictionary? അതായത് നമുക്കൊരു അർത്ഥം അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുക്കാണോ ശരിക്കും ഡിക്ഷണറി? ഒരു വേർഡിൻ്റെ അർത്ഥം ഇന്നതാണ്, അത്ര കഴിഞ്ഞു, അതാണോ ഡിക്ഷണറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയണത്? ആണോ? അല്ല. ദി പ്രൊവൈഡ് മെനി മോർ ഡീറ്റെയിൽസ് അബൌട്ട് വേർഡ്സ്. അതായത് ഒരു വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയല്ല ഡിക്ഷണറീസിൽ ജനറലായിട്ട് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? വെൻ യു ലുക്ക് അപ്പ് ദി ഡിക്ഷണറി ടു ഫൈൻഡ് ദി മീനിങ് ഓഫ് എ വേർഡ്, ഹാവ് യു എവർ നോട്ടീസ്ഡ് ദി തിങ്സ് മെൻഷൻഡ് ദർ അപ്പാർട്ട് ഫ്രം ദി വേർഡ് മീനിങ്? അതായത് ഒരു വേർഡ് നമ്മൾ സെർച്ച് ചെയ്യാണ്, ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്യാണ്. അങ്ങനെ സെർച്ച് ചെയ്യണ സമയത്ത് ആ വേർഡിൻ്റെ മീനിങ് മാത്രമാണോ ഡിക്ഷണറിയിൽ കാണുന്നത്? ഇത് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അല്ലേ എന്ന് തോന്നും. അല്ല. എങ്ങനെയാണ്? Word is given in the dictionary in such a way that we can identify the syllables of the word from it. Syllables എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈലിംഗ്വൽ എന്നുള്ളൊരു വാക്ക് എടുക്കാമെന്ന് വിചാരിക്കാം. ബൈ ലിങ്ക് വെൽ, ബൈ ലിങ്ക്
വെൽ. അവിടെ 3 സിലബിൾസ് ആണ് വന്നത്. ബൈ 1, ലിങ്ക് 1, വെൽ 1. അങ്ങനെ 3 എണ്ണമാണ് അവിടെ സിലബിൾസ് ആയിട്ട് വന്നത്. അങ്ങനെ ഒരു വാക്കിനെ വവൽസ് AEIOU അതാണ് വവൽസ്, അറിയാലോ. അങ്ങനെ AEIOU വരുന്ന സമയത്ത് നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യാണ്. അതിലേതെങ്കിലും ഒരു സൗണ്ട് വന്നാൽ മതി, അതായത് എന്നുള്ള ഒരു സൗണ്ട് വന്നാൽ മതി. അവിടെ വരുന്ന സമയത്ത് നമ്മളവിടെ ആ ഒരു വാക്കിനെ ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു വാക്കിനെ എത്ര ബ്രേക്ക് ചെയ്യാൻ പറ്റും, അത്ര സിലബിൾസ് ആ വാക്കിനുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബൈ, ലിങ്ക്, വെൽ എന്ന് പറയുന്ന സമയത്ത് ആ വാക്കിന് എത്ര സിലബിൾസ് ഉണ്ട്? 3 സിലബിൾസ് ഉണ്ട്. അങ്ങനെ ആ സിലബിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് മാത്രമാണോ? അല്ല. Right next to the word you will find the way to pronounce the word. നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഡിക്ഷണറി കാണുമ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഡിക്ഷണറിയിൽ എന്തെടുത്ത് കൊടുത്തിട്ടുണ്ടാവും? ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സിലബിൾസ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ വേർഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ള രീതി എഴുതി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്താ കൊടുത്തിട്ടുണ്ടാവുക? ആഫ്റ്റർ ദി പ്രൊനൗൺസിയേഷൻ ദി പാർട്സ് ഓഫ് സ്പീച്ച് ദാറ്റ് ആർ മെൻഷൻഡ് ഫ്രം വിച്ച് വേ ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ദി വേർഡ് ഈസ് എ വെർബ്, adjective or adverb. Then the meaning of word will be given. ഫസ്റ്റ് എന്താണ്? സിലബിൾസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ വേർഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞ് ആ വേർഡ് വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വെർബ് ആണോ എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി എന്തിന് മാത്രമല്ല, ജസ്റ്റ് ഒരു മീനിങ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല എന്നാണ് പറയണത്. ഡിക്ഷണറിക്ക് ഒരു എക്സാമ്പിളും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.